ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് യാഥാർത്ഥ്യത്തോടടുക്കുന്നു. നിലവിലെ പുരോഗതി പ്രകാരം 2028-ൽ യുദ്ധവിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടക്കും. വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനം 2027ഓടെ പൂർത്തിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 5.5 ജനറേഷൻ സ്റ്റെൽത്ത് യുദ്ധവിമാനമായാണ് AMCA ഒരുങ്ങുന്നത്. നിലവിലുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ പ്രകടനത്തിലും ശേഷിയിലും സാങ്കേതികവിദ്യയിലുമെല്ലാം AMCA മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാന വികസനത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാകും ഇത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത്യാധുനിക റഡാർ, പുത്തൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. തദ്ദേശീയമായി വികസിപ്പിച്ച സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയാണ് AMCAക്ക് ആധാരം. പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കാൻ AI അധിഷ്ഠിത ഓട്ടോണോമസ് സംവിധാനവും ഉണ്ടാകും. ലാൻഡിംഗ്, ടേക്ക് ഓഫ് തുടങ്ങിയ കാര്യങ്ങളിൽ AIയുടെ സഹായം പൈലറ്റിന് ലഭിക്കും. ഇതിനാവശ്യമായ സംവിധാനം വികസിപ്പിക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ. നിലവിൽ യുദ്ധവിമാനത്തിന്റെ ഡിസൈനിങ് പൂർത്തിയായി കഴിഞ്ഞു. വിമാനത്തിന് വേണ്ട എഞ്ചിൻ വിദേശത്ത് നിന്നാണ് ആദ്യം വാങ്ങുക. ഭാവിയിൽ തദ്ദേശീയമായി യുദ്ധവിമാന എഞ്ചിൻ ഇതിൽ ഉൾപ്പെടുത്തും. ഇതിനായി സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ചർച്ചകൾ വിദേശ കമ്പനികളുമായി നടക്കുകയാണ്. ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് വിമാനമായ AMCA സുഖോയ് വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് വികസിപ്പിക്കുന്നത്. ഭാവിയിൽ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള അടിസ്ഥാനമായി AMCA മാറുമെന്നാണ് പ്രതീക്ഷ. വർഷങ്ങൾക്ക് മുൻപാണ് AMCA സുഖോയ് വിമാനങ്ങൾ പൂർണ്ണതോതിൽ സേനയുടെ ഭാഗമായത്. എന്നാൽ പുതിയ കാലത്ത് ഇത് മതിയാകില്ലെന്ന് കണ്ടാണ് പുത്തൻ നിർമ്മാണത്തിലേക്ക് രാജ്യം കടന്നത്. ലോകത്ത് മറ്റ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചതിനേക്കാൾ വേഗത്തിലാണ് ഇന്ത്യയുടെ AMCA സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ F-35 വികസിപ്പിച്ചെടുത്തത് 15 വർഷം കൊണ്ടാണ്. അതിനേക്കാൾ ഏറെ വേഗത്തിൽ AMCA തയ്യാറാകുമെന്നാണ് വിലയിരുത്തൽ. വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിനും സ്വയം പര്യാപ്തമാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് AMCA പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ യുദ്ധവിമാന എഞ്ചിൻ വികസനത്തിൽ ഇപ്പോഴും ഇന്ത്യ ലക്ഷ്യം കൈവരിച്ചിട്ടില്ല. അതിനാൽ തേജസ് വിമാനത്തിന് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ എഞ്ചിൻ ഉപയോഗിക്കുന്നത് പോലെ AMCAയ്ക്കും വിദേശ കമ്പനിയുടെ എഞ്ചിനാകും ഉപയോഗിക്കുക.